ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒന്ന്, ഈ നഗരസഭ, ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള നഗരസഭ വളരെ മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. രാജ്യത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് വേണ്ടവണ്ണം എത്തിയില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയുന്നത്. എന്ന് മാത്രമല്ല, 58.2% പോളിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. 58.24%. അതായത് ആകെ 8,14,967 പേരിൽ 8,14,967 പേരിൽ 4,04,620 പേർ മാത്രമാണ് വോട്ട് ചെയ്തത്. 58% ആൾക്കാർ മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാൾ കൂടിയ പോളിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോളിംഗ് കുറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധന നടത്തും. വോട്ടിംഗ് ശതമാനം ഞങ്ങളുടെ അടിത്തറയ്ക്കൊന്നും തിരുവനന്തപുരം നഗരസഭയിൽ അടിത്തറയ്ക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. ആകെ 100 വാർഡുകളിലായി LDFന് 1,75,522 വോട്ടുകൾ ലഭിച്ചു. UDFന് 1,25,984 വോട്ടുകൾ ലഭിച്ചു. BJPക്ക് 1,65,891 വോട്ടുകൾ ലഭിച്ചു. അതനുസരിച്ചാണെങ്കിൽ 1,631 വോട്ടുകൾ LDFന് കൂടുതലാണ് തിരുവനന്തപുരം നഗരസഭയിൽ. എന്താ LDFന് 1,631 വോട്ട് കൂടുതലാണ്. അതായത് ആകെ 100 വാർഡുകളിലായി LDFന് 1,75,522 വോട്ട് ലഭിച്ചു. UDFന് 1,25,984 വോട്ടുകൾ ലഭിച്ചു. BJPക്ക് 1,65,891 വോട്ടുകൾ ലഭിച്ചു. വോട്ടിംഗ് രീതി അനുസരിച്ചാണെങ്കിൽ 1,631 വോട്ടുകൾ LDFന് കൂടുതലാണ് എന്നുള്ള കാര്യമുണ്ട്. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ തന്നെ 50 വോട്ടുകൾക്ക് താഴെ വിജയിച്ച 8 വാർഡുകളുണ്ട്. വോട്ടിങ്ങിൻ്റെ ശതമാനം ഞാൻ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിൽ 58.24% പോളിംഗ്. അതിന് ടോട്ടൽ വോട്ടെന്ന് പറയുന്നത് 8,14,967. അതിൻ്റെ പകുതി ആൾക്കാർ മാത്രമാണ് വോട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. എന്തായാലും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് കാര്യമായി തന്നെ പരിശോധിച്ചത് വിലയിരുത്തും. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ വോട്ടർമാരാകെ സ്വാധീനിച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും അതൊരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രീപോൾ ഫലം പുറത്തുവിട്ടു. എക്സിറ്റ് പോൾ പുറത്തുവിടാൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള കൈപ്പുസ്തകത്തിൽ തന്നെ പറയുന്നത് അഭിപ്രായ വോട്ടെടുപ്പ്, എക്സിറ്റ് പോൾ എന്നിവ നടത്തുന്നതിന് നിയന്ത്രണമില്ല. എന്നാൽ അവയുടെ ഫലം എല്ലാ ബൂത്തുകളിലെയും വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാണിത് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPIയുടെ ജില്ലാ സെക്രട്ടറി പരാതി കൊടുത്തു. യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണേണ്ടതായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് അത് വളരെ ഗൗരവത്തോടുകൂടി കണ്ടില്ല എന്ന് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, ഉത്കണ്ഠയുണ്ട്. ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ അപകീർത്തിപരമായിട്ടുള്ള പ്രചരണ കാര്യങ്ങൾ നടത്താനും പാടില്ല എന്നുള്ള നിലയിലും ഈ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ പറയുകയാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരായിട്ട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു.
അതിനെ സംബന്ധിച്ചിടത്തോളം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതെല്ലാം വോട്ടർമാരുടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ പറയുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭരണം വരും. ഇത് നന്നായി പഠിക്കേണ്ടതാണ്. 4 മുനിസിപ്പാലിറ്റി നഗരങ്ങളിലാണ്: വർക്കല, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിങ്ങൽ. 4 മുനിസിപ്പാലിറ്റികളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷത്തെ വ്യത്യസ്തമായിട്ടുള്ളൊരു മുന്നേറ്റം UDF ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതൊരു വളരെ കാര്യമായി ഇതിനൊരു പഠനം നടത്തും. ഞങ്ങൾ എന്തെങ്കിലും പിശകുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും. പക്ഷേ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയൊന്നും തിരുവനന്തപുരം നഗരസഭയിലോ തിരുവനന്തപുരം ജില്ലയിലോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്നുള്ള കാര്യം മാത്രമേ ഇതിൽ കാണേണ്ട കാര്യമുള്ളൂ. ഇല്ല, ഉള്ളൂർ നമ്മൾ LDF സ്ഥാനാർത്ഥി ജയിച്ചല്ലോ, അവിടെ ജയിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പരമാവധി നല്ല സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഒരു പ്രവണതയാണ് കാണുന്നത്. വോട്ടിംഗ് ശതമാനം എന്തുകൊണ്ട് ഇത്രയും കുറഞ്ഞു? നമ്മുടെ നഗരസഭ ഞാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ നന്നായി വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ അത് എത്രമാത്രം ഫലപ്രദമായി നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് പ്രശ്നമുണ്ട്. പിന്നെ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഇനിയിപ്പം ബൂത്ത് തലത്തിൽ പരിശോധന നടത്തുന്ന അവസരത്തിൽ മാത്രമേ അറിയാൻ വേണ്ടി കഴിയുള്ളൂ. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ സ്വാഭാവികമായിട്ടും ഏത് കാലഘട്ടത്തിലായിരുന്നാലും കുറച്ചൊക്കെ എതിർപ്പും കുറച്ചൊക്കെ മത്സരിക്കാനുള്ള പ്രവണതയൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം തുലവും വളരെ കുറവായിരുന്നു അത്തരം കാര്യങ്ങൾ. 1-2 സ്ഥലത്ത് മാത്രമാണ് ആ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതൊക്കെ പിന്നെ കുറവാണ്. കാര്യം ഈ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന ശൈലി അത് പാർട്ടി പരിശോധിച്ചിട്ടുണ്ടോ? അതൊരു കാരണമായിട്ട് കാണുന്നുണ്ടോ? ഇന്നലെ ഗായത്രി ബാബു തന്നെ പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. മേയറുടെ പ്രവർത്തന ശൈലി ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി, അത് വലിയൊരു വീഴ്ചയാണ് എന്നെല്ലാം പറഞ്ഞത് ഗായത്രി ബാബു പോസ്റ്റ് ഇട്ടിരുന്നു. ഇത്തരത്തിൽ മേയറുടെ മാത്രമല്ല പാർട്ടി തവണ ആര്യ രാജേന്ദ്രനെ ഈ പ്രചാരണ രംഗത്ത് സജീവമായി റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഗായത്രി ബാബുവിൻ്റെ പ്രസ്താവന അത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനം മാത്രമാണ്, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങളാകത്തരം നടത്തിയിട്ടുള്ളത്. ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലെ പ്രധാനപ്പെട്ട നേതാവ് നഗരസഭയ്ക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത്, മുന്നണി പോരാളിയായി പ്രതിരോധിക്കേണ്ടത് ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായ മേയർ അത്തരം പ്രതിരോധങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തീരെയും ഉണ്ടായിരുന്നില്ല എന്നത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ട ഒരു വിഷയമല്ലേ? അതായത് രാജീവ് ചന്ദ്രശേഖരൻ ഉന്നയിക്കപ്പെട്ട ഗുരുതരമായ ആക്ഷേപം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 2-3 ദിവസം മുമ്പേ അത് ഉന്നയിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രശാന്ത് മേയറായിരുന്ന സമയത്താണ് ഈ അവർ പറയുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് പ്രശാന്ത് തന്നെ മറുപടി പറയുകയും പ്രശാന്ത് തന്നെ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്യ രാജേന്ദ്രൻ അതിലൊരു കക്ഷിയല്ല. മറ്റു കാര്യം, ഒരു 5-6 ദിവസക്കാലം ആര്യ രാജേന്ദ്രൻ സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്നു. നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കണം. ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അല്ലാതെ വന്നതിന് ശേഷം 2-3 കോർപ്പറേഷൻ വാർഡുകളുടെ ചുമതല ഉണ്ടായിരുന്നു. അവർ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു. അല്ല, നമ്മുടെ പാർട്ടിയിൽ മേയറും
മേയർക്കല്ലല്ലോ, പാർട്ടിയിലെ സംഘടനാപരമായി ചുമതല കൊടുക്കുന്ന ആൾക്കാരുണ്ടാവില്ല. സ്വാഭാവികമായി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു മുഖ്യമന്ത്രി ഒരു 1-2 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് തനിക്ക് ചുമതലയുള്ളത്, അവിടെ മാത്രം നിൽക്കുന്നു, ബാക്കിയുള്ളവർക്ക് അവരവർ പ്രചരണം നടത്തിക്കോട്ടെ എന്ന് പറയുന്നത് ഒരു വിചിത്രമായ വാദമായി മാത്രമല്ല കാണാൻ വേണ്ടി കഴിയും. അല്ല, അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിയും കൂടെ പരിഗണിച്ചുകൊണ്ട് അവർ പരമാവധി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പം തോറ്റപ്പോൾ ഇതെല്ലാ കുറ്റവും കൂടെ കൊണ്ട് മേയറുടെ തലയിൽ ചാരാം, ജയിച്ചിരുന്നെങ്കിൽ നല്ല മേയർ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അവർ ചെയ്തിട്ടുണ്ട്. ആദ്യം മുതൽ BJP ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത് ആര്യയുടെ പ്രായം പോലും മാനിക്കാതെയാണ് CPM തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിന് CPM ആര്യയുടെ പ്രായം മാനിക്കാതെയാണ് ഈ പ്രതിപക്ഷം ഇങ്ങനെ ഭാര്യക്കെതിരെ ആര്യയെ നോട്ടമിടുന്നത് എന്നുള്ള തരത്തിലായിരുന്നല്ലോ CPM പറഞ്ഞിരുന്നത്. പക്ഷെ ആര്യക്കെതിരെ ഇങ്ങനെ ഒരു വലിയ കടന്നാക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തില് CPM ഒരു ജില്ലാ നേതൃത്വം തന്നെ പ്രതിരോധിച്ചോ കൃത്യമായി? പിന്നെ എത്ര ഞാൻ തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ അത് തെറ്റാണെന്നും അങ്ങനെ പിന്നെ സത്യസന്ധമായിട്ട് മാത്രമേ നമ്മൾ ആക്ഷേപം ഉന്നയിക്കാൻ പാടുള്ളൂ എന്നും ഒക്കെ തന്നെ പറഞ്ഞ് നമ്മളത് പ്രതിരോധിച്ചിട്ടുണ്ടല്ലോ. ഇത് ഒരു പിന്നെ BJPക്കെതിരായിട്ട് കോർപ്പറേഷൻ കൗൺസിലിൽ ഉറച്ച നിലപാട് തന്നെയാണ് ആര്യ രാജേന്ദ്രൻ സ്വീകരിച്ചിട്ടുള്ളത്. 5 വർഷവും ഇവരാദ്യമായിട്ടാണ് മേയറാവുന്നത്, പ്രായത്തിൽ കുറവാണ് എങ്കിൽ പോലും ആ രാഷ്ട്രീയ പക്വത നിലനിർത്തിക്കൊണ്ട് 5 വർഷക്കാലവും BJPയെ ഇഞ്ചിന് അവർ ഒരു കാര്യം വിട്ടുകൊടുക്കാതെ പ്രതിരോധിച്ചിരുന്നുള്ള കാര്യം സത്യമാണ്. ആ പ്രതിരോധത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള പിന്നെ തിരിച്ചുള്ള ആക്രമണം ചെറിയ ആക്രമണമല്ല. അപ്പോൾ എനിക്കെതിരായിട്ടുണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ നിയമത്തിൽ നിന്ന് ജയിച്ച അവസരത്തിലൊക്കെ തന്നെ കൂട്ടത്തോടെ ആക്രമണമാണല്ലോ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നാട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം മാധ്യമങ്ങൾ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കും. അതൊക്കെ സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യത്തിലും മാധ്യമങ്ങൾക്കൊക്കെ ഒരു അജണ്ട ഉണ്ടായിരിക്കും. അതൊന്നും അത് ഓരോരുത്തരുടെയും രീതിയാണ്. ആര്യയുടെ പ്രവർത്തന ശൈലി സംബന്ധിച്ച് പാർട്ടിക്ക് എന്തെങ്കിലും പരാതികൾ അങ്ങനെ എന്തെങ്കിലും? ആര്യയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു പരാതി ലഭിച്ചിട്ടില്ല. അതെല്ലാം വെറും പിന്നെ പ്രചരണം മാത്രമാണ്. ഞാൻ പറഞ്ഞില്ല, അത്തരം പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തേ നിങ്ങൾ ആര്യ രാജേന്ദ്രൻ നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷന് ഏതാണ്ട് 30ഓളം വരുന്ന പിന്നെ ദേശീയ അടിസ്ഥാനത്തിലും സാർവദേശീയ അടിസ്ഥാനത്തിലും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് തന്നെ കൊടുത്തിട്ടുള്ള സമ്മാനങ്ങളും കോംപ്ലിമെൻറ്റ്സിനെ സംബന്ധിച്ച് ആരും ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ. അത് പാർട്ടി പരിശോധിക്കും. അത് പാർട്ടി പരിശോധിക്കും. ഈ സംസ്ഥാനത്ത് ആകെ കോൺഗ്രസ് വലിയൊരു മുന്നേറ്റം ഉണ്ടായി. നമുക്ക് ഈ അടിസ്ഥാന തലത്തിൽ നിന്ന് അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ നേരത്തെ പാർട്ടിക്ക് ലഭിച്ചിരുന്നു. അത് കിട്ടാത്തത് പാർട്ടിയുടെ ഒരു കുറവായിട്ട് നമ്മൾ കാണേണ്ടതില്ല. സംസ്ഥാന അടിസ്ഥാനത്തുള്ള കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല. അത് ഗോതമാഷും ഒക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ജില്ലയിലുണ്ടായിട്ടുള്ള കുറവുകളെ സംബന്ധിച്ചിടത്തോളം ശരി തന്നെയാണ്. ഞങ്ങളെ പരിശോധിക്കും. അതിൽ പിന്നെ ഇത്രയും വളരെ ഗൗരവമായിട്ട് പിന്നെ ചെയ്തിട്ട് പോലും എന്തുകൊണ്ടത് കാണാൻ കഴിഞ്ഞില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം തന്നെയാണ് പരിശോധന വിധേയമാക്കേണ്ടത്. സാധാരണ നമുക്ക് പണ്ട് കാലത്ത് CPMന്റെ കണക്ക് അവർ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇന്ന വാർഡിൽ ഇന്നയാളായിരിക്കും അല്ലെങ്കിൽ ഇത്ര വോട്ടായിരിക്കും എന്നൊക്കെയുള്ള അടിസ്ഥാനപരമായ ഡാറ്റ CPMന്റെ ഭാഗത്തായിരുന്നു സാധാരണ ഉണ്ടാകുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെ മാറുന്നു. നമുക്ക് ഈ അതൊരു ജനങ്ങളുടെ ഒരു ട്രെൻഡ് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ജനങ്ങളിപ്പോൾ നല്ലവണ്ണം കാര്യങ്ങൾ പിന്നെ പഠിച്ചവരായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ അത്ര പെട്ടെന്ന് പിന്നെ വിലയിരുത്തുവാൻ കഴിയാത്ത ഉള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് പലപ്പോഴും ഉണ്ടാവാറുള്ളത് എന്നാണ് ഞങ്ങളുടെ താഴേക്കിടയിലുള്ള ആൾക്കാർ പോകുമ്പോൾ പറയുന്നത്. ആരെയെന്നാലും ജനങ്ങൾ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അപ്പം അതുകൊണ്ട് പഴയതുപോലെ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അങ്ങയുടെ മണ്ഡലമായ നിയമം അവിടെ വലിയൊരു വിജയം BJP നേടിയിരിക്കുകയാണ്. അതെ, വലിയ വിജയം തന്നെയാണ്. അപ്പോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കാനായി എല്ലാം തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ അവിടെ നിയമം വീണ്ടും BJPയിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ രൂപപ്പെടുന്നുണ്ടോ? അങ്ങ് തന്നെ അതിനെ പ്രതിരോധിക്കാൻ അടുത്ത തവണ മത്സരരംഗത്തുണ്ടാവും? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, ഞാൻ പറയാം. നിയമത്തെ മുൻപ് ഞാൻ ജയിച്ച അവസരത്തിലും തോറ്റ അവസരത്തിലെയും സ്ഥിതി തന്നെയാണ്. ഇപ്രാവശ്യം കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് BJPക്ക്. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ
LDF 40,647 വോട്ടും BJP 48,251 വോട്ടും UDF 24,391 വോട്ടും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ BJP വോട്ട് കൂടുതലാണ്. അത് മുമ്പും വന്നിട്ടുണ്ട്. അങ്ങനെ അസംബ്ലി ലോക്കൽ ബോഡീസ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടാവണമെന്നില്ല. പാർലമെൻറ്റ് ഇലക്ഷൻ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ്. പിന്നെ നിയമസഭയിൽ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ്. ലോക്കൽ ബോഡീസിന് ഒരു വോട്ടിംഗ് പാറ്റേൺ. മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ വന്ന അവസരത്തിലാണ് ഒരു പ്രാവശ്യം ഞാൻ അവിടെ ജയിച്ചിട്ടുള്ളത്. ഞാനതില്ല LDF അവിടെ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വിലയിരുത്തേണ്ട കാര്യമില്ല. മത്സരിക്കണോ വേണ്ടതെന്ന് നമുക്കറിയാമല്ലോ. ഞങ്ങളെപ്പോലുള്ള ഒരു പാർട്ടിയിൽ ചന്ദ്രശേഖരൻ പ്രഖ്യാപിക്കുന്ന പോലെ എനിക്ക് പ്രഖ്യാപിച്ച നാളെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. BJP മാറ്റി നിർത്തുക എന്നുള്ള അഭിപ്രായത്തോട് ഞങ്ങൾ യോജിക്കുകയാണ്. ഇതിലെ പ്രധാന ഘടകമായി വരാൻ പോകുന്നത് അതായത് 50-50 എന്ന നമ്പറിലേക്കാണ് എത്തിയിരിക്കുന്നത് NDAക്ക്. രണ്ട് സ്വതന്ത്രരുണ്ട്. ആ സ്വതന്ത്ര നിലപാട് നിർണായകമാകും. ഈ വിഭജന തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് പിന്നെ ആർക്കാണ് കിട്ടുന്നത് അനുസരിച്ചായിരിക്കും. പക്ഷേ ആ സ്വതന്ത്രയുടെ നിലപാട് തങ്ങൾക്ക് അനുകൂലമാക്കാൻ എന്തെങ്കിലും നീക്കം അല്പം മുമ്പ് രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയത് അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ. രാവിലെ എല്ലാവരെയൊക്കെ ഉറക്കാണിയിട്ട് വരുന്നേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഇപ്പോൾ ഉറക്കണിറ്റേ ഉള്ളൂ. ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് രാവിലെ 5 മണിക്ക് എണീറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രചാരണ രംഗത്ത് ഏത് തരത്തിലുള്ള വീഴ്ചകൾ നേതൃപരമായിട്ടോ അതല്ലെങ്കിൽ സംഘടനപരമായിട്ടോ വീഴ്ചകൾ വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പം ഞങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണല്ലോ പ്രചരണം നടത്തിയിട്ടുള്ളത്. ഇതിലൊരു അടിയൊഴുക്കുകൾ എന്തൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചാലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ള തെരഞ്ഞെടുപ്പിലാണെങ്കിൽ BJP സംബന്ധിച്ചിടത്തോളം നമുക്ക് തെളിവൊന്നുമില്ല പറയാൻ വേണ്ടി. എങ്കിലും ഒരു പല നിലയിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പിന്നെ തുറന്ന് പറയേണ്ട ഒരു അവസരം വരുമ്പോൾ അതിന് തെളിവോടുകൂടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതൊരു ശരിയാവില്ല. അപ്പം നമുക്ക് പിന്നെ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അടിയൊഴുക്ക് കാര്യമായിട്ട് നടന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരാൻ സാധ്യതയില്ല. കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതുകൊണ്ടുകൂടിയാണ് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് സംഭവിച്ചത്. അതൊരു നേതൃത്വത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പരാജയം തന്നെയാണ്. നമുക്കിപ്പം പറയേണ്ടത് CPM നേതൃത്വം പരാജയമാണെന്നാണ് പറയേണ്ടത്. കുറച്ച് നേരത്തെ തുടങ്ങി അവിടെ ചോദിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല. അത് പരിശോധിച്ചിട്ടില്ലേ, ഞാൻ പരിശോധിച്ചിട്ടില്ലേ പറയാൻ പറ്റുള്ളൂ. ഇന്നലെ രാത്രി കൊണ്ട് വിലയിരുത്താൻ സമയം കിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രി 10 മണിയായി ഉറങ്ങി. ഇന്ന് രാവിലെ ഇന്ന് എണീറ്റ ശേഷം വിലയിരുത്താനും പറ്റിയിട്ടേ ഇല്ല. അത് വിലയിരുത്തും പറയാം. എം.എം. മണിയുടെ ശൈലിയിൽ എം.എം. മണി പറഞ്ഞതാണ്.